ധരിക്കുന്നു. അതാണ് മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള വ്യത്യാസം. ഇപ്പൊ എന്താണ് വ്യത്യാസം? ഇപ്പൊ ചെറിയൊരു വ്യത്യാസമോ? മനുഷ്യര് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ അത് ധരിച്ചിട്ടില്ല. നമ്മുടെ പ്രവൃത്തികൾ കണ്ടാൽ ചിലപ്പോൾ മൃഗങ്ങൾ പോലും ലജ്ജിതരാകും എന്നാണ് പറയുന്നത്. നമ്മുടെ മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ കണ്ടാൽ മൃഗങ്ങൾക്ക് പോലും, മൃഗങ്ങൾ ചെയ്യില്ല. മൃഗങ്ങളുടെ പ്രത്യേകത, അവരെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കാരണം. കൂടുതലും അവരെ ആക്രമിക്കുന്നത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു പുലിയോ സിംഹമോ ഒരിക്കലും മറ്റൊരു മൃഗത്തെ ആക്രമിക്കില്ല എന്നാണ് പറയുന്നത്. മനുഷ്യരുടെ സ്ഥിതി അതിൽ നിന്ന് വിഭിന്നമാണ് എന്നാണ് പറയുന്നത്. അല്ലേ? പത്രങ്ങൾ വായിക്കാറില്ലേ? ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചെറിയൊരു മാറ്റം കൂടിയുണ്ട്. സമൂഹത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന മൂല്യങ്ങളുടെ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. ജീവിത മൂല്യങ്ങളുടെ പ്രാധാന്യക്കുറവ്. അപ്പൊ എന്താണ് പ്രാധാന്യം കുറയാൻ കാരണം? സമ്പത്തുമായി ബന്ധപ്പെട്ടാണെന്നാണ് പറയുന്നത്. സമ്പത്ത് ലഭിക്കുന്നതിന് വേണ്ടി എന്തിനും തയ്യാറായിട്ടുള്ള ഒരു സമൂഹം, സമ്പത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്. നമ്മുടെ സ്വഭാവം എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? സ്വഭാവം എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? നമ്മുടെ വീടുകളിൽ വെച്ച്, നമ്മുടെ വീടുകളിൽ നിന്നാണ്, ഒരിക്കലും സമൂഹത്തിൽ നിന്നല്ല. അപ്പോ ചിലപ്പോൾ ഈ തെറ്റുകൾ കാണുമ്പോഴും, ഇന്നത്തെ ഒരു പ്രതിയുടെ അച്ഛന് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പോട്ടെ, ഇപ്പൊ ആ കേസുകളൊന്നും പറയണ്ട. ശരി, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് ബോധ്യം ഉണ്ടാക്കി തരിക. ഇപ്പൊ ഒരു ജയിലൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോ അവിടുത്തെ ജയിലിൽ ഉണ്ടാകുന്ന കുട്ടികളോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞേക്കാം, അറിവില്ലായ്മ കൊണ്ടാണ് ഈ തെറ്റ് ചെയ്തത്. അറിവില്ലായ്മ, അതിനെ തിരുത്താനാണ് ഈ ബോധവൽക്കരണം കൊണ്ട് സാധിക്കുള്ളൂ. ബോധവൽക്കരണം കൊണ്ട് എന്താണ്? ബോധ്യം ഉണ്ടാക്കി തരിക. അറിവുണ്ടായ എന്താണ്? നമ്മള് ചൂഷണത്തിന് ഇടവരുത്തില്ല. അതല്ലേ പറയുന്നത്? അറിവുള്ളവരെ ചൂഷണം ചെയ്യാൻ സാധ്യമല്ല. ലഹരി, ഇനിയിപ്പോ അതിരിക്കുക. ലഹരി എന്താണ്? ലഹരി എന്താണ്? ലഹരി ഞാൻ പറയുന്നു രണ്ട് വിധമുണ്ടെന്ന് പറയുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ലഹരി, നെഗറ്റീവ് ആയിട്ടുള്ള ലഹരി. പോസിറ്റീവ് ആയിട്ടുള്ള ലഹരി, നെഗറ്റീവ് ആയിട്ടുള്ള ലഹരി. എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ലഹരികൾ? എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ലഹരികൾ? നമുക്ക് സ്വാഭാവികമായിട്ടുള്ള സന്തോഷം നൽകുന്ന എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ലഹരികളാണ്. എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ, നൃത്തം ചെയ്യുമ്പോൾ, കളിക്കുമ്പോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കഴിവുകൾ, കൃഷി, പഠനം ലഹരിയായിട്ട് ഉപയോഗിക്കുന്നില്ലേ? ലഹരി, പഠനം, പഠിക്കുന്നത് അല്ലേ? ലഹരി എന്താണ്? പഠനം. നമ്മുടെ ഡോക്ടർമാര്, എഞ്ചിനീയേഴ്സും ഒക്കെ പഠനം ഒരു ലഹരിയായിട്ടുള്ളവരാണ്. സേവനം, നമ്മുടെ മാതാപിതാക്കള് അതിന് ഉദാഹരണല്ലേ? സേവനം ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ലഹരികൾ നമുക്കുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റുള്ള സാധനങ്ങളാണ് ചീത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ലഹരികൾ ലഭിക്കുന്ന ഇത്തരം പദാർത്ഥം ഉപയോഗിച്ചത് കൊണ്ട്. അതിന്റെ ഒരു പ്രത്യേകത, ശാരീരികമായ അധ്വാനമില്ലാതെ നമുക്ക് ലഭിക്കുന്ന ലഹരികളാണ് ചീത്ത ലഹരികൾ. ശാരീരികമായിട്ടൊന്നും ചെയ്യില്ല നമുക്ക്. അത് എന്തെങ്കിലും കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക, അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് അത് വരുന്നത്. ശാരീരികമായിട്ടൊരു അധ്വാനമില്ലാതെ കളിക്കേണ്ട, അല്ലെങ്കിൽ സേവനം ചെയ്യേണ്ട, ഡാൻസ് കളിക്കേണ്ട, പാട്ട് പാടേണ്ട, അത്തരത്തിലുള്ള ലഹരികൾ. അപ്പൊ അതാണ് നെഗറ്റീവ് ലഹരികൾ. മൊബൈൽ ഉപയോഗം, ഒരു അധ്വാനമില്ല, ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക, ഒരു ലഹരിയാണ്. ചീത്ത ലഹരിയിൽപ്പെട്ടതാണ്. ഒരു അധ്വാനമില്ലാതെ. ശരി, ഇത് നമ്മുടെ ബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ബോധം അല്ലെങ്കിൽ ബുദ്ധിയുമായി അല്ലെങ്കിൽ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഒറ്റത്തവണ ഉപയോഗം ഇതിന് അഡിക്ഷൻ ആവുന്നു എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്നാൽ ഒരു മാനസിക രോഗി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അഡിക്ഷൻ എന്നാൽ ഒരു മാനസിക രോഗി. അപ്പൊ നമ്മുടെ അവിടെ സമൂഹത്തിൽ കാണുന്ന പല വിപത്തുകളും സംഭവിക്കുന്നത് ലഹരി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാനസിക രോഗിയായി മാറിക്കഴിഞ്ഞു. മാനസിക രോഗി, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടതില്ല. മനുഷ്യനെ ഒരു മാനസിക രോഗിയാക്കി മാറ്റാണ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ തലച്ചോറിന്റെ പ്രത്യേകത? ഈ ഉയർന്നു നിൽക്കുന്ന
ഈ സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഇത് ഉയർന്നു നിൽക്കുമ്പോൾ ഒരു ഭ്രാന്തമായ ഒരു ഉന്മാദാവസ്ഥയായിരുന്നു. അത് തലച്ചോറിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് നല്ലത്, അതാണ് നല്ലത് എന്ന്. അപ്പൊ എന്താണ് ആവർത്തനം? എന്തിനാണ് തലച്ചോറ് കൊടുത്തിരിക്കുന്നത്? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നു, വീണ്ടും നമ്മൾ ആവർത്തിക്കാൻ ശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഈ ആവർത്തനം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഭക്ഷണം കഴിക്കാതെയാവും. അങ്ങനെ നമ്മള് ശരീരം ക്ഷീണിച്ച് രോഗിയായി മാറും. ഒരു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം ലഭിക്കുന്നു. ഇനി അമ്മയ്ക്ക് സന്തോഷം ലഭിക്കുന്നില്ല എങ്കിൽ ആവർത്തനം നിൽക്കുന്നു. ആവർത്തനം നിന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എന്താ സംഭവിക്കുക? ആവർത്തനം നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അമ്മയ്ക്ക് കുഞ്ഞിന് സ്നേഹം ലഭിക്കില്ല. അതിനാണ് പ്രകൃതി ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇത്തരം അളവ് കൂടിയ ഇത്തരം അളവുകൾ വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കും. ഇത്തരം പ്രശ്നങ്ങൾക്ക് സാധ്യത കൊടുക്കുന്നു. അഡിക്ഷൻ, ആവർത്തനം അഡിക്ഷനിലേക്ക് നയിക്കുന്നു. ലഹരിയുടെ ഉപയോഗം ഇത്തരത്തിൽ കൂടുകയും അത് ആവർത്തിക്കുകയും ആവർത്തനം അഡിക്ഷനായി മാറുകയും ചെയ്യുന്നു. അഡിക്ഷനായ എന്താ പ്രത്യേകത? അവര് മാനസിക രോഗിയായി എന്നുള്ളതാണ്. ഏത് കുറ്റകൃത്യവും ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. തലച്ചോറിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. നമ്മുടെ കുറച്ച് പ്രത്യേകതകൾ കൂടി ഞാൻ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കണം. എനിക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂട്ടാ. ഈ സമയം എന്ന് പറയുന്നത് ഇത്തിരി ചൂടും ഫാന്റെ ഒരു കാറ്റും ഒക്കെ കൂടി ആയപ്പോ എന്താ സംഭവിച്ച? ഒരു ഉറക്കം വരാൻ സാധ്യതയുണ്ട് ഇല്ലേ? എന്താ ഉച്ചയ്ക്ക് കഴിച്ച? ബിരിയാണിയാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? മറ്റേ നോയമ്പ് തുടങ്ങിയില്ലെന്ന്. രണ്ടു കൂട്ടർക്കും തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു ഉറക്കം വരാൻ സാധ്യതയില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഡോപാമിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഉറക്കം വരുന്നത്. ഇവിടെ ഇപ്പൊ ഡാൻസോ പാട്ടൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഉഷാറായാണ് അല്ലെ? നമ്മുടെ ഊർജം കൃത്യമായിട്ട് കൂടും. ശരി, എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തലച്ചോറിന്റെ വളർച്ച എന്ന് പറയുന്നത് ആൺകുട്ടികളിലെ ഒരു 24 വയസ്സിലും പെൺകുട്ടികളിലെ അത് 20 വയസ്സിലുമാണ് പൂർത്തിയാവുന്നത്. എന്നുവെച്ചാൽ പക്വത പ്രാപിക്കുന്നത്. അപ്പൊ ഒരു 13 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ആകെ പ്രശ്നങ്ങളാണ്, സംശയങ്ങളുടെ മാത്രം ഒരു സമയമാണ് അല്ലേ? ഒരു 12-13 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അതിലുള്ള പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെ എന്തിനാണ് തിരിച്ചു പറയുന്നത്? ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നതിനാണ്. അപ്പൊ പക്വത പ്രാപിക്കുക എന്നുള്ള ഒരു സമയം വരുന്നത് വരെ നമ്മൾ പ്രത്യേക